ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട ഷാഫിച്ചാരിയും പറഞ്ഞ ചില പരാമർശങ്ങളോടൊന്ന് പ്രതികരിച്ചോട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പലപ്പോഴും വളരെ ഉൽപ്പതിഷ്ണുമായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് സമനില നഷ്ടപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്, അല്ലാതെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരി, ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പോട്ടെ. ഇനിയിപ്പം താങ്കൾ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ രണ്ടാം പകുതിയിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. കറക്റ്റ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ട കാര്യമാണത്. നന്നായി മുസ്ലിം ലീഗ് അത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് BLO വരുമ്പോൾ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നു, കയ്യിലുള്ള എല്ലാ അവൈലബിൾ ടെക്നോളജി ഉപയോഗിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇതെല്ലാം ചെയ്യണമെന്നേ. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാഗരൂകരായി തന്നെ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകണം. അങ്ങനെ പോകും എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യും എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത് നിഷാദെ? ഇത്ര ഇതായി നടക്കുമ്പോൾ ഇവിടെ CPM അതിനുള്ള മെഷീനറി ഉണ്ട്, നല്ല ശക്തമായ സംഘടനാ സംവിധാനം അവർക്കുണ്ട്, ബൂത്ത് തലത്തിൽ വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, BJPക്ക് ഉണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. വളരെ മാതൃകാപരമായ ഒരു സിസ്റ്റമാണ് ശ്രീ ബഹുമാനപ്പെട്ട ഷാഫി അവിടെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ നമുക്ക് എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇത്രമാത്രം പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണോ ഇത്? അപ്പൊ ഇത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇതെന്തോ പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് പലതും ഉണ്ട്. ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നാൽ പലതും എൻ്റെ പോക്കറ്റിൽ നിന്ന് പലതും ചോർന്നു പോകും എന്ന് പേടിയുള്ളവർക്ക് മാത്രമേ ഇതിനെ എതിർക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് നടക്കട്ടെ, ഒരു ഡ്യൂ പ്രോസസ്സായിട്ട് ഇത് നടക്കട്ടെ. പിന്നെ ശ്രീ സമ്പത്ത് പറഞ്ഞ 2002 എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അവസാനം SIR എന്ന് പറയുന്ന ഏർപ്പാട് ആദ്യമായിട്ട് ഈ രാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇപ്പൊ പൊട്ടിമുളച്ച് വന്ന ഏർപ്പാടല്ല. ഈ രാജ്യത്ത് ഇതിനു മുമ്പ് SIR നടന്നിട്ടുണ്ട്. അവസാനം SIR നടന്നത് 2002 അതുകൊണ്ടാണ് ആ സമയത്തെ വോട്ടർ പട്ടിക എടുക്കുന്നത്. അതിനുശേഷം നടക്കേണ്ടതല്ലായിരുന്നു? തീർച്ചയായിട്ടും നടക്കേണ്ടതായിരുന്നു. പീരിയോഡിക്കലായിട്ട് തന്നെ 5 വർഷം കൂടി ഇരിക്കുമ്പോഴൊക്കെ നടക്കേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അതുകൊണ്ട് ആ സമയത്തെ ഡേറ്റ എടുത്തു. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇത് പ്രിയപ്പെട്ട സമ്പത്തിന്, അദ്ദേഹം ദീർഘകാലം പാർലമെന്റേറിയനും വളരെ പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിനൊന്നും അറിയാൻ വയ്യാനിട്ടല്ല എന്ന് ഞാൻ കരുതുന്നില്ല. പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും തള്ളിക്കളയുകയാണ്. പ്രോസസ്സിനെ മാത്രം കണ്ടാൽ മതി, ആക്ഷേപങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു ലൈൻ. അതാണ് ഷാഫി ചാലിയം സ്ഥിരം സംഗതിയാണ്. ഇതിപ്പം ഷാബു പ്രസാദിനോട് ED അതിക്രിയയാണല്ലോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ED ഭയപ്പെടേണ്ടത് അഴിമതിക്കാർ മാത്രമാണ്, അല്ലാത്തവർ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. അതുപോലെ SIR വരുന്ന ഘട്ടത്തിലും ഭയപ്പെടാനുള്ളവർ, കള്ളവോട്ട് കൊണ്ട് നടക്കുന്നവർ, അവർ പേടിച്ചാൽ പോരെ, അല്ലാത്തവർ ഇതിനെ പേടിക്കുന്നുള്ള വളരെ നിഷ്കളങ്ക രൂപത്തിലുള്ള ചോദ്യമാണ് ഷാബു മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോടെ, ഇവിടെ എത്ര കാലം കോൺഗ്രസ് ഭരിച്ചു? ഇനി BJP എന്ന പാർട്ടിയെ മാറ്റി നിർത്തുക. BJPയുടെ തലപ്പത്ത് ഈ നരേന്ദ്രമോദിയേക്കാളും വളരെ സുപ്രസിദ്ധനായ വാജ്പേയി പോലുള്ള ആളുകൾ 3 തവണ ഇരുന്നില്ലേ? വാജ്പേയിക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിഷ്പക്ഷനായി തിരഞ്ഞെടുക്കുന്ന ഒരാളാവണം എന്നുള്ള കാര്യത്തിൽ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അവിടെ കൈവെക്കാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊരു ധൈര്യമാണ്! ലോകത്തിലെ വലിയ പത്രങ്ങൾ, വാഷിംഗ്ടൺ ടൈംസ്, അതുപോലെ തന്നെ ഷാഫി ഒരൊറ്റ സെക്കൻഡ് തീർച്ചയായിട്ടും അതായത് ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം 1980 മുതൽ ഇവിടെ ഇലക്ഷൻ കമ്മീഷണർമാരെ എങ്ങനെയായിരുന്നു നിയോഗിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെ നിയമിച്ച ഒരു ഇലക്ഷൻ കമ്മീഷണർ ഗില്ല്, അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ മന്ത്രിയായി. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നത് അദ്ദേഹം സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോഴാണ് നടന്നത്. ഈ അടുത്ത കാലം വരെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇലക്ഷൻ, അല്ലാതെ ഈ കമ്മിറ്റി അല്ല.